സംഘപരിവാർ ആക്രമണം നേരിട്ട മദർ തെരേസ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്ത് പോലീസ്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം മണിക്കൂറുകളോളം അക്രമം അഴിച്ചുവിടുകയും വൈദികരെ അടക്കം ആക്രമിക്കുകയും ചെയ്ത സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും ന്യൂനപക്ഷ ആക്രമണങ്ങളോടുള്ള സമീപനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ക്രൈസ്തവ സംഘടനകളിൽ നിന്നുയർന്നു കഴിഞ്ഞു. തെലങ്കാനയിലെ അലിദാബാദ് ബ്രഹ്മൻവാടി മദർ തെരേസ സ്കൂളിനു നേരെയാണ് സംഘപരിവാർ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. സ്കൂൾ യൂണിഫോമിനു പകരം മതപരമായ വസ്ത്രം ധരിച്ചെത്തിയ കുറച്ച് വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. 21 ദിവസത്തോളം മതപരമായ വസ്ത്രം ധരിക്കണമെന്നറിയിച്ച കുട്ടികളോട് മാതാപിതാക്കളുടെ അനുമതി കൂടി പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രിൻസിപ്പൽ വിസമ്മതിച്ചതോടെ വിദ്യാർത്ഥികളിൽ ഒരാൾ പ്രകോപനപരമായ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു. പിന്നാലെയാണ് 100ഓളം വരുന്ന സംഘപരിവാർ പ്രവർത്തകർ സ്കൂളിൽ അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ടത്. ജയ് ശ്രീറാം വിളികളുമായി സ്കൂളിനുള്ളിൽ കടന്നുകയറിയ പ്രവർത്തകർ സ്കൂളിലെ ഉപകരണങ്ങൾ തല്ലിത്തകർക്കുകയും സ്തൂപങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു. മദർ തെരേസയുടെ രൂപം തല്ലിത്തകർക്കുകയും ചെയ്ത സംഘം വൈദികരെ അടക്കം മർദ്ദിക്കുകയായിരുന്നു. സ്കൂൾ മാനേജരായ ഫാദർ ജെയ്മോൻ ജോസഫിനെ ഭീഷണിപ്പെടുത്തി ജയ് ശ്രീറാം വിളിപ്പിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സംഘപരിവാറിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, ഏറെ ഗൗരവമേറിയ വിഷയം തന്നെയാണ് സംഘപരിവാർ ആക്രമണം. അത് ന്യൂനപക്ഷങ്ങളോടുള്ള സംഘപരിവാറിന്റെ ആക്രമണം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇവിടെ സംഭവിച്ചത് ഈ ആക്രമണം നേരിട്ട മദർ തെരേസ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്തിരിക്കുന്നു. ആക്രമിച്ച സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ ഒരു തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യം. എന്താണ് വിവരങ്ങൾ? കീർത്തി, 16-ാം തീയതി വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 16-ാം തീയതി വൈകിട്ടാണ് ഈ മദർ തെരേസ സ്കൂളിൽ സംഘപരിവാർ എത്തുകയും അവരെ ഒരു അഴിഞ്ഞാട്ടം നടത്തുകയും ചെയ്തത്. നമുക്കറിയാം, ആ ദൃശ്യത്തിൽ വ്യക്തമാണ്. ഒരു 100ഓളം വരുന്ന സംഘപരിവാർ പ്രവർത്തകർ ഈ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുകയും സ്കൂളിന്റെ മുൻവശത്തുള്ള ഗേറ്റിന്റെ മുൻവശത്തുള്ള മദർ തെരേസയുടെ രൂപം അടിച്ചു തകർക്കുകയും അവിടെ കല്ലെറിയുകയും അവിടുത്തെ ഈ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മുറി അടക്കം അടിച്ചു തകർത്തു. പിന്നീട് സ്കൂളിന്റെ ഉള്ളിലേക്ക് അവർ അതിക്രമിച്ചു കയറുന്നു. അവിടെ സ്കൂൾ മാനേജറായ ഫാദർ ജെയ്മോൻ ജോസഫിനെയും പ്രിൻസിപ്പലിനെയും അടക്കമുള്ള എല്ലാത്തിനെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നു. നിരവധി സ്കൂൾ ഉപകരണങ്ങളും ജനാലകളും അടിച്ചു തകർക്കുന്നു. അങ്ങനെ വളരെ വലിയൊരു അഴിഞ്ഞാട്ടവും അക്രമവുമാണ് സംഘപരിവാർ ഏകദേശം 1 മണിക്കൂറിലധികമായി അവിടെ നടത്തിയത്. പിന്നീട് അവരെല്ലാം നിലയും അവിടെ സ്കൂൾ പരിസരത്ത് വട്ടം ഇരുന്നുകൊണ്ട് ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജയ് ശ്രീറാം വിളികളുമായി ഒരു കൂട്ടം സംഘപരിവാർ ഈ ക്രിസ്ത്യൻ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുകയും വളരെ വലിയ അഴിഞ്ഞാട്ടം നടത്തുകയും അവിടുത്തെ ഫാദർ ജെയ്മോൻ ജോസഫ് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയത് തൻ്റെ മുഖത്ത് അവർ അടിച്ചു, അതുകൂടാതെ തൻ്റെ വയറിൽ ഇടിച്ചു, കൂടാതെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. അങ്ങനെ എല്ലാത്തിനെയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ ദൃശ്യങ്ങളടക്കം എല്ലാത്തിനെയും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇതിൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഒരു കേസ് പോലും എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘപരിവാർ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാനോ ഈ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദൃശ്യങ്ങളടക്കമല്ലാതിനെയും തെളിവുകളുമായി ഈ സ്കൂൾ മാനേജ്മെന്റ് പോലീസിനെ സമീപിക്കുകയും പോലീസിന് കൃത്യമായി പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഇതുവരെയും ഈ പരാതിയിൽ ഒരു സംഘപരിവാർ പ്രവർത്തകനെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ ഒരു സ്കൂൾ മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ള മറ്റൊരു വിരോധാഭാസമാണ് ഇതിൽ നമ്മൾ പ്രത്യേകം എടുത്തു വരേണ്ടത്. ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് മതപരമായ അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും ന്യൂനപക്ഷങ്ങളുള്ള സമീപനമാണ് നമ്മൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു കാണിക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലാകമാനം ഇത്തരത്തിൽ രാജസ്ഥാനും അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലും UP-യിലും എല്ലാം തന്നെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിവ്യാപകമായിട്ടാണ് ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകൾക്കെതിരെയും ക്രൈസ്തവ വിദ്യാലയങ്ങൾക്കെതിരെയും പള്ളികൾക്കെതിരെ എല്ലാം തന്നെയും വളരെ വലിയ അക്രമം നമ്മൾ വളരെ കുറേ കാലങ്ങളായി കാണുന്നതാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളാണ് മണിപ്പൂർ അടക്കം അടിച്ചു തകർക്കുന്ന സംഭവം നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എന്ന്
വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു സംഘപരിവാർ പ്രവർത്തനത്തിനെതിരെയും കൃത്യമായ തെളിവുണ്ടായിട്ട് പോലും കേസെടുക്കുന്നില്ല. മറിച്ച് ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുക്കുന്ന ഒരു സമീപനം ഇവിടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ വലിയ ഒരു പ്രചരണ ഘട്ടത്തിൽ നിൽക്കുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പോലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സംഘപരിവാർ ഇത്ര ബലമായി ഒരു അക്രമം അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായും അത് ഏത് രീതിയിലുള്ള ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, തെലങ്കാന ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡിയാണ്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. രേവന്ത് റെഡ്ഡിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ അദ്ദേഹം മുൻ RSSകാരനാണ്. അദ്ദേഹം ABPയിലൂടെയാണ്, അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയം പഠിക്കുന്നത്. പിന്നീട് അദ്ദേഹം BJP ആയിരുന്നു, BJPയുടെ ജില്ലാ ഭാരവാഹിയും സംസ്ഥാന ഭാരവാഹിയുമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. അങ്ങനെ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ ഈ രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന സംസ്ഥാനം കൂടിയാണ്. പോൾ തേലക്കാട് സിറോ മലബാർ സഭയിൽ നിന്നും ഫാദർ പോൾ തേലക്കാട്ടുണ്ട്. ഫാദർ, ന്യൂനപക്ഷങ്ങളോടുള്ള സംഘപരിവാർ ആക്രമണം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. തെലങ്കാനയിലടക്കം ന്യൂനപക്ഷ ആക്രമണങ്ങൾ ഉയർന്നു വരുന്നു. വ്യാപക പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ, അക്രമികൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു സ്ഥിതി കൂടിയുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് ഉത്തരേന്ത്യയിൽ നിരന്തരം അവരുടെ സംഘങ്ങൾ, തീവ്രവാദ സംഘങ്ങൾ നിരവധിയായി അഴിഞ്ഞാടുന്ന സന്ദർഭങ്ങൾ പല പ്രാവശ്യങ്ങൾ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ആവർത്തനം മാത്രമാണ് ഇപ്പോൾ തെലങ്കാനയിൽ നടന്നത്. ഇത് ഒരു ശങ്കയുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ ഏത് സ്ഥാപനത്തിലേക്കും, ഇത് ക്രൈസ്തവ പള്ളിയിലേക്കും കയറി അക്രമം നടത്താമെന്നുള്ള ഒരു ലൈസൻസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ കൺട്രോൾ ചെയ്യാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അക്രമം നടത്താനുള്ള എല്ലാ മൗനാനുവാദങ്ങളും കൊടുത്തുകൊണ്ടുള്ള നടപടിയായിട്ട് മാത്രമേ ഇത് കാണാനാകൂ. ഇത് കേരളത്തിലെല്ലാ ക്രിസ്ത്യാനികളും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, തെലങ്കാനയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. ക്രിസ്തീയ ദേവാലയങ്ങളിൽ അത്തരം ആക്രമണങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള രക്ഷയില്ലെന്ന് തന്നെയാണോ കരുതേണ്ടത്? ഇന്ത്യയിലുടനീളം ഉണ്ടാകുന്ന ഒരു മൗലികവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ ഒരു സംഘടിതമായ രൂപമായി മാറിയിട്ടുണ്ട്. ഇത് വരാൻ പോകുന്ന അവസ്ഥയുടെ ഒരു മുന്നാസ്വാദനം എന്ന വിധത്തിൽ മാത്രമാണ് മുൻകൂട്ടിയുള്ള ഈ കാര്യങ്ങൾ. ഇത് ഒരു നിർബാധം ഇവിടെ നടക്കുമെന്നും ന്യൂനപക്ഷങ്ങൾക്ക് ഹിന്ദുത്വയുടെ ഐഡിയോളജി അംഗീകരിക്കാത്ത ആർക്കും ഇവിടെ അവകാശങ്ങളോ സംരക്ഷണമോ മൗലികാവകാശം ഉണ്ടാവില്ല എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് മാത്രമായിട്ട് ഇതിനെ കാണാനാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ നേടുന്ന വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. മാത്രമല്ല, ഇത് വരാൻ പോകുന്ന അവസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ്. അത് ഇവിടെ നിരന്തരം ഉണ്ടാകുക മാത്രമല്ല, സർക്കാരിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാകുമെന്നുള്ളതാണ് വരുന്ന കാഴ്ചയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ശരി, നന്ദി. ഫാദർ പോൾ തേലക്കാട്ടാണ് പറഞ്ഞത്. ഏറെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. വരാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സിബി തുടരുന്നുണ്ടെന്നാണ് കരുതുന്നത്. സിബി, അദ്ദേഹം പറഞ്ഞത് ഏറെ പ്രശസ്തമായ, ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. വരാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള സംഘപരിവാർ ആക്രമണങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആക്രമണം നേരിട്ടവർക്കെതിരെ കേസെടുക്കുന്നു. ആക്രമിച്ചവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യം. ഒപ്പം തന്നെ തെലങ്കാനയിലെ സ്ഥിതി, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള രക്ഷയില്ല എന്ന വരുന്ന ഒരു സ്ഥിതി. ഇതിനൊക്കെ എങ്ങനെയാണ് സിബി നോക്കിക്കാണേണ്ടത്? തീർച്ചയായും കീർത്തി, അദ്ദേഹം ഫാദർ പോൾ തേലക്കാട്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആശങ്ക ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, ക്രിസ്തീയ സമൂഹം ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾ രാജ്യത്താകമാനം നേരിടുന്ന പ്രശ്നങ്ങളും ആശങ്കകളുമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഏതാണ്ട് ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെയും സമാനമായ രീതിയിൽ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ UPയിലും അതോടൊപ്പം തന്നെ ബീഹാറിലും എല്ലാം തന്നെയും നിരവധി സംഭവങ്ങൾ സമാനമായ രീതിയിലെല്ലാം തന്നെയും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കുക
ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയവാദിയാണെന്നൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും ഈ ഒരു രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന തെലങ്കാനയിലാണ് ഈ ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്തീയ സംഘടനകളും ക്രിസ്തീയ വിദ്യാലയങ്ങളും യുദ്ധത്തിൽ ഈ സംഘപരിവാറിൻ്റെ ആക്രമണത്തിന് ഇരയാകുന്നതും ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടിവാതിൽക്ക് നിൽക്കെ തന്നെ ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ കർശനമായ ഒരു നടപടി സ്വീകരിക്കാൻ പോലും ഈ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ സാധിക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഇനി കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിക്കുന്ന ഈ തെലങ്കാന, ഹിമാചൽ, കർണാടക ഈ 3 സംസ്ഥാനത്ത് മാത്രമേ ഇപ്പോൾ കോൺഗ്രസ് ഒരു ഭരണം അവശേഷിക്കുന്നുള്ളൂ. ഈ തെലങ്കാനയിൽ പോലും അവിടെ പോലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ രേവന്ത് റെഡ്ഡിയുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം BJP നിന്നാണ് കോൺഗ്രസിലെത്തിയത്. അദ്ദേഹം പറഞ്ഞത് തെലങ്കാനയിലെ ഒരു വികസനം എന്ന് പറയുന്നത് ഗുജറാത്ത് മോഡലാണെന്നല്ല നിലയും അദ്ദേഹം നേരത്തെ പ്രസംഗിച്ചല്ല നിലയും വളരെ വലിയ വിവാദമായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഒരു മോദി ഭക്തരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹം തികഞ്ഞ മോദി ഭക്തനാണെന്ന് അദ്ദേഹം തന്നെ പലതവണ തെളിയിച്ച ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സംഘപരിവാർ അവിടെ അക്രമം അഴിച്ചുവിടുമ്പോൾ ആ സംഘപരിവാറിനെതിരെ കേസെടുക്കാതെ ആ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളോട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും എടുക്കുന്ന ഒരു നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറെ ആശങ്കയോടെയാണ് ക്രൈസ്തവ സമൂഹം ഇതിനെ നോക്കുകയാണെന്ന്. നിരവധി ക്രൈസ്തവ സംഘടനകൾ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. എന്തായാലും നമുക്കറിയാം, UP-യിലൊക്കെ ഇപ്പോൾ അസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് എല്ലാ ക്രൈസ്തവ വിദ്യാലയങ്ങളിലും ഈ വിദ്യാലയങ്ങളെല്ലാം തന്നെയും അവിടെയുള്ള എല്ലാ മതചിഹ്നങ്ങളും മതരൂപങ്ങളെല്ലാം തന്നെയും എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അന്ത്യശാസ്ത്രം അവിടെ മിക്ക സംഘപരിവാർ സംഘടനകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു. UP-യിലാണെങ്കിൽ നിരവധി മുസ്ലിങ്ങളെല്ലാം തന്നെയും നിരവധി ആരാധനകൾ അല്ലെങ്കിൽ അവരെല്ലാം തന്നെയും ഈ പല ക്ലാസ്സുകളെല്ലാം തന്നെയും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് UP-യിലും അതോടൊപ്പം തന്നെ ബീഹാറിലും കൂടാതെ ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലെല്ലാം തന്നെയും ഉണ്ടാകുന്നത്. മണിപ്പൂരിൽ നമുക്കറിയാം, മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അവിടെ ക്രിസ്തീയ ദേവാലയങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാറിനെ നേരിടാനോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ന്യൂനപക്ഷത്തിനെതിരായ ആക്രമണത്തെ ഷമി പ്രഭാകർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഷമി, സംഘപരിവാർ ആക്രമണം, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അത് തുടർന്നുകൊണ്ടേ നിൽക്കുന്ന ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു തരത്തിലും ഒതുങ്ങുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്നാൽ തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തും ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള രക്ഷയില്ല എന്ന് തന്നെയാണോ കരുതേണ്ടത്? കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു സമീപനം, ഇത്തരം സംഘപരിവാർ ആക്രമണം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെയൊക്കെ ഒരു സമീപനം എത്തരത്തിലാണ്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഷമി. കീർത്തി, തീർച്ചയായിട്ടും ഈ രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷയായി അവർ കാണുന്നത് ഈ രാജ്യത്തെ മതേതര കക്ഷികളെയാണ്. കോൺഗ്രസ് ആയാലും മറ്റ് ഇടത് കക്ഷികളായാലും അവരെയാണ് പ്രതീക്ഷയോട് കാണുന്നത്. അവിടെ പോലും രക്ഷയില്ല. കാരണം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അവർ ഒന്നടങ്കം ചേർന്ന് നിന്ന് കോൺഗ്രസിനായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അവിടുത്തെ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവിടെ അധികാരത്തിലെത്തിയതിൻ്റെ പിന്നിലെ പ്രധാന ഘടകം ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു വികാരമാണ്. തങ്ങൾക്ക് ഒരു ആശ്രയമുണ്ടാകും, തങ്ങൾക്കൊരു സംരക്ഷണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് കോൺഗ്രസ് നശിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അലിദാബാദിലുള്ള തെലങ്കാനയിലുള്ള ആ സ്കൂളിലേക്ക് ഇരച്ചു കയറിയിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ മലയാളിയാണ്. അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയാണ്, അദ്ദേഹത്തെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുകയാണ്. അവർക്കെതിരെ, ഈ അക്രമികൾക്കെതിരെ ഒരു കേസ് എടുക്കാൻ ഈ നിമിഷം, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും കോൺഗ്രസിൻ്റെ രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് കോൺഗ്രസിൽ നിന്ന് പോലും നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഈ മനുഷ്യർ ആശ്രയം തേടി പോവുക എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നു. അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. രേവന്ത് റെഡ്ഡി ഇന്നലെ വയനാട്ടിൽ വന്ന് പറയുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് BJPക്ക് വേണ്ടിയാണ്. നമ്മൾക്കറിയാം രേവന്ത് റെഡ്ഡി എവിടെയാണ് തുടങ്ങിയതെന്ന്. RSSൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ABVPയിലാണ് അദ്ദേഹം പിച്ച വെച്ച് വളർന്ന് വലുതായി വന്നത്. അതിനുശേഷം അദ്ദേഹം പ്രാദേശികമായിട്ടുള്ള ചില കക്ഷികളുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നു. ഒരുവിധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം അഭയം തേടിപ്പോയി, തെലുങ്ക് ദേശത്തിൻ്റെ ഭാഗമായി നിന്നു. പിന്നീട് 2017 അദ്ദേഹം
ഈ കോൺഗ്രസിലേക്ക് എത്തുന്നത്. കാരണം RSSന്റെ ഭാഗമായി BJPയുടെ ഭാഗമായി നിന്നു കഴിഞ്ഞാൽ ഒരിക്കലും തെലങ്കാനയിലോ ആന്ധ്രയിലോ തൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ സഫലീകരിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മറ്റ് രാഷ്ട്രീയ കക്ഷികളിലേക്ക് പോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്കറിയാം, ABVPയിലൂടെയും RSSലൂടെയും വളർന്നു വരുന്ന ഒരാൾക്ക് അതിനോടുള്ള പ്രതിബദ്ധത എത്രമാത്രം ഉണ്ടാകുമെന്ന് നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള RSSകാർ അല്ലെങ്കിൽ ABVPക്കാരിൽ നിന്ന് കൃത്യമായിട്ട് അറിയാം. അവർ ഏത് മണ്ഡലത്തിൽ പോയാലും അവരുടെ പ്രത്യയശാസ്ത്രത്തോട് അവർ കൂറ് പുലർത്തുന്നവരായിരിക്കും. അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡി ഇനിയിപ്പോൾ കോൺഗ്രസിലായാലും എവിടെ വന്നാലും അദ്ദേഹം പിച്ച വെച്ച് വളർന്ന ABVP എന്ന RSS പ്രസ്ഥാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് പോയില്ല എന്ന് മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം വളരെ കൃത്യമായി തെളിയിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തെലങ്കാനയുടെ വികസനത്തിന് വേണ്ടത് ഗുജറാത്തിൻ്റെ രീതിയിലുള്ള വികസനമാണ് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും രേവന്ത് റെഡ്ഡിയുടെ മനസ്സെവിടെ കോൺഗ്രസിൽ ഇപ്പോൾ നിൽക്കുന്നുവെങ്കിലും രേവന്ത് റെഡ്ഡിയുടെ മനസ്സെവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ തെലങ്കാനയിൽ ഒരു ക്രിസ്ത്യൻ സ്കൂൾ, അതും മദർ തെരേസയുടെ പേരിലുള്ള ഒരു സ്കൂളിൽ മദർ തെരേസയുടെ സ്റ്റാച്യുവിന് നേരെ എത്ര മോശമായിട്ടുള്ള അക്രമമാണ് നടക്കുന്നത്. പോലീസ് കൈയും കെട്ടി നിൽക്കുന്നു. ഈ രേവന്ത് റെഡ്ഡി കമ്മ്യൂണൽ എന്ന് വിളിച്ച അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് നേരെ ഈ രീതിയിൽ ഒരു കല്ല് ചെന്ന് വീണാൽ ഇപ്പോൾ ഫാദർ മുണ്ടാടൻ, എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സെക്രട്ടറിയാണ് അദ്ദേഹം. ഫാദർ, സംഘപരിവാർ ആക്രമണം, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള സംഘപരിവാർ ആക്രമണം തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനമൊക്കെ എത്തരത്തിലാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഒരു തരത്തിലുമുള്ള നടപടി ഈ അക്രമികൾക്ക് നേരെ ഉണ്ടാകുന്നില്ല എന്നത് വ്യക്തമാണ്. ഞാൻ ഇന്നലെ തെലങ്കാനയിൽ ആദിലാബാദ് മദർ തെരേസ, ബ്ലെസ്സഡ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മാനേജരായ ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ജെയ്സൺ അച്ഛനായിട്ട് സംസാരിച്ചിരുന്നു. വാസ്തവത്തിൽ ഈ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഈ ഹനുമാൻ ദീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി യൂണിഫോം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിവാദമാണ് ഉണ്ടായത്. പക്ഷേ അച്ഛൻ മാനേജർ എന്ന നിലയ്ക്കും പ്രിൻസിപ്പളും വാസ്തവത്തിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളോട് വന്ന് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആ കാര്യം അവർ സമ്മതിച്ചതിനെ അവിടെ ഒരു തരത്തിലും ഒരു മതത്തിനോടോ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലോ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് മനഃപൂർവം ഈ പറയുന്ന സംഘപരിവാർ പരിവേഷമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ മതവികാരത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സ്കൂളിനെ ആക്രമിക്കാനും ആ വൈദികനെ ആക്രമിക്കുവാനുമുള്ള ഒരു അവസരമാക്കി അതിനെ ഉപയോഗിച്ച എന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു പാർട്ടി ഈ രാജ്യത്ത്, ഈ മതേതര രാജ്യത്ത്, ഈ ജനാധിപത്യ രാജ്യത്ത് വർഗീയ വിഷം വിളമ്പുന്നത് അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ വളരെ രമ്യതയിൽ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാവുന്നിടത്ത് ഒരു ആക്രമണത്തിന്റെ രീതി ഉപയോഗിക്കുക, അച്ഛനെ കൊണ്ട് നിർബന്ധപൂർവം ജയ് ശ്രീമാൻ രാം വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇത് രാജ്യത്തിന്റെ മതേതരത്തെ മുറിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് വർഗീയ പാർട്ടികൾ പോലും കേരളത്തിൽ പറയുന്നത് ഞങ്ങൾ മതത്തെ മാനിക്കുന്നു, വിശ്വാസങ്ങളെ മാനിക്കുന്നു, അങ്ങനെയുള്ള വളരെ പ്രകടനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പല വർഗീയ വിഷങ്ങളും കുത്തി നിറയ്ക്കുന്ന രീതിയിലാണുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ തെലങ്കാനയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള, മതേതര വിശ്വാസികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. അത് തീർച്ചയായിട്ടും അപലപിക്കേണ്ടതുമാണ്.